എന്റെ വന്ദനം. കഥാപ്രസംഗ കലയ്ക്ക് 100 വർഷം തികയുന്ന ഈ അവസരത്തിൽ വിഖ്യാത സാഹിത്യകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധതി റോയുടെ പ്രശസ്ത നോവലായ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അതിൽ പരാമർശിക്കുന്ന ഒരു ഭാഗത്തിൽ സ്വതന്ത്ര കഥാപ്രസംഗ ആവിഷ്കാരം, ഒരു പട്ടാളക്കാരന്റെ 2 മരണം, കൊല്ലപ്പെട്ടു. വിഘടന വിധ്വംസകരം ഭീകരനോടൊരു വീരൻ പ്രാണൻ വിട്ടുപിടയ്ക്കുമ്പോൾ വീറു പുലർത്തിയൊരിന്ത്യൻ. എല്ലാ ദിവസവും രാവിലെ മല്ലി തന്റെ കൈക്കുമ്പിയും എടുത്തുകൊണ്ട് ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, മോനെ നോക്ക്, മോന്റെ അപ്പ അപ്പാന്ന് വിളിച്ചേ. കനിവായിരുന്നെന്റെ കുഞ്ഞേ സ്നേഹത്തിൽ സാഗരമായിരുന്നു നിറവാതുരഞ്ഞോര സ്നേഹം നിത്യം നിറയെ പകർന്നതല്ലച്ഛൻ. പറയാനെങ്കിലും അകനായി എപ്പോഴും ഉരുകുന്ന വെണ്ണയാണല്ലോ മനസ്സൊരു മാൻപേട പൈതലാണല്ലോ. എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും പരിമിതികളെയും മറികടന്ന് മുരുകേശൻ പഠിച്ചു വളർന്നു. പ്രിയമുള്ളവർ, ഇത് മുരുകേശന്റെ മാത്രം അവസ്ഥയായിരുന്നില്ല. താഴ്ന്ന ജാതിയിൽ പോന്നു എന്നതിന്റെ പേരിൽ എന്തൊക്കെ നിന്ദയും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നവരുണ്ട്. പാടത്തും പള്ളിക്കൂടങ്ങളിലും പുതുവിടങ്ങളിലും എന്തിന് തുണത്തിൽ നിന്ന് പോലും വെള്ളം കോരുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും പരിമിതികളെയും മറികടന്ന് മുരുകേശൻ പഠിച്ചു വളർന്നു. അവന്റെ ആഗ്രഹം പോലെ അവന് പട്ടാളത്തിൽ ഒരു ജോലി ലഭിച്ചു. ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ പൊടിച്ചു. അടുത്തുള്ള കുടിലുകളിലെല്ലാം ആഘോഷ പ്രതീതി, എങ്ങും ആട്ടവും പാട്ടും. മുരുകേശന്റെ ആദ്യ നിയമനം പഞ്ചാബിലായിരുന്നു. ലീവിനെ തിരികെ നാട്ടിലെത്തിയ മുരുകേശനോട് കൂട്ടുകാർ ചോദിച്ചു, ആഗ്രഹം പോലെ വേലയൊക്കെ ആയില്ലേ? ഇനിയൊരു വേലയൊക്കെയാണ്. ഞങ്ങൾ നിനക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അതോ നീ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മുരുകേശൻ കൂട്ടുകാരോടൊപ്പം ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടു. പേര് മല്ലി. പേര് പോലെ തന്നെ മല്ലിപ്പൂവിന്റെ ഗന്ധമുള്ളവൻ, നമ്മുടെ നന്മയെ പോലെ തന്നെ നന്മയുള്ളവൻ. മുരുകേശന്റെ ജീവിത സഖിയായി പഞ്ചാബിലേക്ക് മടങ്ങിയ മുരുകേശന് 2 മാസത്തിന് ശേഷം സ്ഥലം മാറ്റം കാശ്മീരിലേക്ക്. നമ്മൾ നോക്കിട്ട് പോയ കാശ്മീരിലേക്ക്. കാശ്മീർ പ്രകൃതി ഭംഗിയാൽ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലം.
എന്നാൽ ഇന്ന് ഇത് അശാന്തിയുടെ താഴ്വരയാണ്. തീവ്രവാദി ആക്രമണങ്ങൾ എന്നിവിടെ തുടർ കഥയാണ്. മുരുകേശൻ അവിടെ എത്തിയിട്ട് 3 മാസം കഴിഞ്ഞു. മുരുക, ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഒരു കത്തുണ്ട്. മുരുകേശൻ അത് പൊട്ടിച്ചു വായിച്ചു നോക്കി. മുരുകണ്ണ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിന് അച്ഛനാകാൻ പോകുന്നു. മുരുകേശന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവന്റെ സന്തോഷം തന്റെ കൂട്ടുകാരുമായി പങ്കുവച്ചു. ലീവിന് അപേക്ഷ കൊടുക്കണം. പ്രസവ സമയത്ത് എനിക്ക് മല്ലിയുടെ അടുത്തുണ്ടാകണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അടുത്ത ദിവസം കാശ്മീരിലെ പിക്വാര താഴ്വരയിൽ കൂടി പെട്രോളിംഗ് നടത്തുന്നതിനിടെ മുരുകേശൻ സംഘത്തിനും നേരെ ഒരു തീവ്രവാദ ആക്രമണം. വീടുകൾ പൊട്ടിച്ചതിൽ പിറന്ന മണ്ണിന്റെ മാനം കാക്കുവാനായി നമ്മുടെ സൈന്യം തീരുമാനപ്പെടുത്തി. 4 തീവ്രവാദികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആ പോരാട്ടം അവിടെ അവസാനിച്ചു. മുരുകേശനും ബാക്കിയുള്ള സൈനികരും തിരിച്ച് സൈനിക ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് അതുണ്ടായത് മുരുകേശനും ബാക്കിയുള്ള പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. പ്രത്യേക രൂപകൽപ്പന ചെയ്ത പട്ടാളത്തിന്റെ ശവപ്പെട്ടി മുരുകേശന്റെ മൃതദേഹവുമായി സൈന്യം മുരുകേശന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ആ വാഹനം വന്നു നിന്നു. റോഡിന്റെ ഇരുവശത്ത് നിന്നും ഒരു കൂട്ടർ ആ വാഹനത്തിന് മുമ്പിലേക്ക് വന്നു. എന്നാലത് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീര സൈനികനെ കാണുവാനായിരുന്നില്ല. വണ്യാർ സമുദായ പ്രമാണിമാർ വിളിച്ചു പറഞ്ഞു, ഈ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു പട്ടാള മേധാവി മുമ്പോട്ട് വന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു ധീര സൈനികന്റെ മൃതദേഹമാണിത്. ഇത് പൂർണ്ണ ബഹുമതികളോടെ തന്നെ സംസ്കരിക്കണം. ആരായാലും ഒരു താഴ്ന്ന ജാതിക്കാരന്റെ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ഗ്രാമത്തിന്റെ അഭിമാനമായിരുന്നു മുരുകേശൻ. ഒരു നോക്ക് കാണുവാൻ ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളും കർഷക തൊഴിലാളികളുമാണ് തടിച്ചുകൂടിയത്. അവർക്കിടയിലൂടെ അതാ അലറിക്കരഞ്ഞുകൊണ്ട് വരുന്നു മുരുകേശന്റെ അടി പൂർണ്ണ ഗർഭിണിയായ ഭാര്യ. അവർ നേതാവിന്റെ മുമ്പിലേക്ക് വന്നു. അയ്യ, അങ്ങനെ പറയുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവനല്ലേ എന്റെ മോൻ. ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കാം. കാല് പിടിക്കാം. ഇവൻ ആരായാലും ഒരു താഴ്ന്ന ജാതിക്കാരന്റെ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ചുടുകാട്ടിൽ നിന്റെ ഒക്കെ ശവങ്ങളെ കത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി കത്തിച്ച് പ്രിയമുള്ള അവരെ സഹായിക്കുവാൻ ആരുടെ നിയമപാലകരും കാടിനുള്ളിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ നാട്ടിലെ സകല മാലിന്യവും മണ്ണടിയുന്നിടത്തുള്ള ദളിത് ശ്മശാനത്തിലാണ് ആ ധീര ജവാനെ സംസ്കരിച്ചത്. നാളുകൾ കടന്നുപോയി. ആ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവനാണല്ലോ തന്റെ മോനെ നോക്കുമ്പോൾ ആ അമ്മയ്ക്ക് അഭിമാനമായിരുന്നു. എന്നാൽ പിറക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ പോലും തന്റെ പ്രിയപ്പെട്ടവനായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മല്ലിക്ക് നെഞ്ചി പിടയ്ക്കുന്ന വേദന. ഒടുവിൽ മല്ലി പ്രസവിച്ചു. ഓമനത്തം തുടങ്ങുന്ന ഒരാൺകുഞ്ഞ്. കാശ്മീരിലെ പിക്വാരയിൽ കൊല്ലപ്പെട്ട മുരുകേശന്റെ സ്മരണയ്ക്ക് ഒരു പ്രതിമ നിർമ്മിക്കുവാൻ സൈന്യം തീരുമാനിച്ചു. അതാ സിമിനെ പരിഹരിച്ച തോക്കുധാരിയായ ഒരു പട്ടാളക്കാരന്റെ പ്രതിമ. കാശ്മീരിൽ വീരമൃത്യു വരിച്ച ധീര സൈനികൻ മുരുകേശന്റെ പ്രതിമ. പിറന്ന മണ്ണിൽ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ. എല്ലാ ദിവസവും രാവിലെ മല്ലി തന്റെ കൈകുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, മോനെ നോക്ക്, മോന്റെ അപ്പ അപ്പാന്ന് വിളിച്ചേ. കനിവായിരുന്നെന്റെ കുഞ്ഞേച്ചൻ സ്നേഹത്തിൻ സാഗരമായിരുന്നു. കനിവായിരുന്നെന്റെ കുഞ്ഞേച്ചൻ സ്നേഹത്തിൻ സാഗരമായിരുന്നു. നിറവാനുരഞ്ഞോരാ സ്നേഹ
പോകുന്നതെന്നെയാണല്ലോ മനസ്സൊരു നാട്ടേത പൈതലാണല്ലോ. ഒരു ദിവസം മല നോക്കുമ്പോഴതാ ആ പ്രതിമയുടെ കയ്യിലിരിക്കുന്ന തോക്ക് കാണുവാനില്ല. മുകേഷിന്റെ കുടുംബം പോലീസിന് പരാതി നൽകി. എന്നാൽ പോലീസ് അതിനെ നിസ്സാരമായി കണ്ടു. ഓ, വില കുറഞ്ഞ സിമന്റ് കൊണ്ടല്ലേ നിർമ്മിച്ചത്, അടർന്നു പോയതായിരിക്കും. എന്നാൽ അതായിരുന്നു സത്യം. ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരു ദലിതന്റെ പ്രതിമ സ്ഥാപിച്ചത് പലർക്കും ദഹിച്ചിട്ടില്ല. ഇതിനേക്കാൾ പ്രശ്നം ആ തോക്കായിരുന്നു. ദലിതന്റെ കയ്യിലൊരു ആയുധം, അതും തോക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം മുകേഷിന്റെ കുടുംബം നോക്കുമ്പോഴാ ആ പ്രതിമയുടെ കൈയും തലയും വെട്ടിമാറ്റിയിരിക്കുന്നു. പോലീസ് വീണ്ടും നിസ്സംഗത പാലിച്ചു. പ്രതിമ തകർക്കപ്പെട്ട വിഷയം ഗ്രാമത്തിലാകെ പടർന്നു. പ്രതിഷേധം പണിമുടക്കിൽ ലാത്തിച്ചാർജ്. ഒടുവിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. എന്നാൽ ഒരന്വേഷണമൊന്നും നടന്നില്ല. ക്രൂരമാം സമുദായ കെട്ടുകളുടെ കാരാഗ്രഹത്തിൻ കയ്യാളുകൾ നിയമം കുറിക്കുമ്പോൾ ആയിരം പക്ഷി എത്ര സുഖയിൽ തരിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. കയ്യും തലയുമില്ലാതെ ആ പ്രതിമ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ അങ്ങനെ നിലകൊണ്ടു. ആരെ അനുസ്മരിക്കുവാനാണ് ആ പ്രതിമ നിർമ്മിച്ചത്? അയാളുടെ ഒരു രൂപ സാദൃശ്യവുമില്ലാതെ ആ പ്രതിമ അങ്ങനെ നിലകൊണ്ടു. അതെ, നമ്മുടെ രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ രണ്ടാമത്തെ തവണ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു പട്ടാളക്കാരന്റെ 2 മരണം. എല്ലാ ദിവസവും രാവിലെ മുകേഷിന്റെ കുഞ്ഞു മാത്രം ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, അപ്പ ഇങ്ങനെ അപ്പ പിറന്ന മണ്ണിൽ മാനം കാക്കാൻ ഒരു മരിച്ചൊരു ധീരൻ ഭാരതമൂവരണക്കൊടി നെഞ്ചു ഏറ്റുപിടിച്ചു അഭിവന്ദനി. ജാതിയുടെയും മതത്തിന്റെയും നിഷേധത്തുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി മുളച്ചു വരികയാണ്. ഇത് ഒരു മുരുകേശന്റെ മാത്രം കഥയല്ല. ഇതുപോലെ ആയിരക്കണക്കിന് മുരുകേശന്മാർ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി പല തവണയായി കൊല്ലപ്പെടുന്നു. എന്തിന്? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ സഹന സമരത്തിലൂടെ മുട്ടുകുത്തിച്ച നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കാൽതകരോട് വീരാരാധന വെച്ച് പുലർത്തുന്ന ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്നുവരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഹീനമായ പ്രവൃത്തികളും നാം ഇന്ന് കണ്ടുവരുന്നു. ഉണരണം, സമൂഹമയ സാക്ഷി ഉണരണം. ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്നേഹവും സാഹോദര്യവും മതേതരത്വവും പുലരട്ടെ. നന്ദി. നെഞ്ചിൽ പിടയ്ക്കുന്ന തീപ്പൊരികൾ അന്നൊക്കെ അമ്മതൻ ഓമൽ പ്രതീക്ഷയാരോമൽ പൈതലായിരുന്നു. അടുത്ത ദിവസം കാശ്മീരിലെ പുക്വാര താഴ്വരയിൽ കൂടി പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ മുരുകേശനും സംഘത്തിനും നേരെ ഒരു തീവ്രവാദ ആക്രമണം. ബോംബുകളും ഗ്രനേഡുകളും പൊട്ടിച്ചെറി. പിറന്ന മണ്ണിനെ മാനം കാക്കുവാനായി നമ്മുടെ സൈന്യം വീരോടെ പൊരുതി. 4 തീവ്രവാദികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആ പോരാട്ടം അവിടെ അവസാനിച്ചു. മുരുകേശനും ബാക്കിയുള്ള സൈനികരും തിരിച്ച് സൈനിക ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്നാണുണ്ടായത് ഒരു സ്ഫോടനം. മുരുകേശനും ബാക്കിയുള്ള പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. വിഘടന വിധ്വംസന ഭീകരരോട് നേരിട്ടൊരു വീരൻ പ്രാണൻ വിട്ടു പിടയ്ക്കുമ്പോഴും വീറു പുലർത്തിയൊരിന്ത്യൻ. പ്രത്യേക രൂപകൽപ്പന ചെയ്ത പട്ടാളത്തിന്റെ ശവപ്പെട്ടി മുരുകേശന്റെ മൃതദേഹവുമായി സൈന്യം മുരുകേശന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ആ വാഹനം നിന്നു. റോഡിന്റെ ഇരുവശത്തു നിന്നും ഒരു കൂട്ടർ ആ വാഹനത്തിന് മുമ്പിലേക്ക് വന്നു. എന്നാലത്
രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീരസൈനികനെ കാണുവാനായിരുന്നില്ല. ബണ്യാർ സമുദായ പ്രമാണിമാർ വിളിച്ചു പറഞ്ഞു, ഈ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു പട്ടാള മേധാവി മുമ്പോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു ധീര സൈനികന്റെ മൃതദേഹമാണിത്. ഇത് പൂർണ്ണ ബഹുമതികളോടെ തന്നെ സംസ്കരിക്കണം. ഇവൻ ആരായാലും ഒരു താഴ്ന്ന ജാതിക്കാരന്റെ മൃതദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ഗ്രാമത്തിലെ അഭിമാനമായിരുന്നു മുരുകേശിനെ ഒരു നോക്ക് കാണുവാനായി ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളും കർഷക തൊഴിലാളികളുമാണ് തടിച്ചുകൂടിയത്. അവർക്കിടയിലൂടെ അതാ പലരും കരഞ്ഞുകൊണ്ട് വരുന്നു. മുരുകേശന്റെ അമ്മ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ അവർ നേതാവിന്റെ മുമ്പിലേക്ക് വന്നു. അയ്യ, അങ്ങനെ പറയരുത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരല്ലേ എന്റെ മോൻ. ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കണം. ഞാൻ അയാളെ കാല് പിടിക്കാം. ആരായാലും ഒരു താഴ്ന്ന ജാതിക്കാരുടെ അദ്ദേഹം ഈ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ചുടുകാട്ടിൽ നിന്റെ ഒക്കെ ശവങ്ങൾ കത്തിക്കുന്നത് കൊണ്ടുപോയി കത്തിച്ച് കര. പ്രിയമുള്ളവരെ, അവരെ സഹായിക്കുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. നിയമമോ നിയമപാലകരും ആരും തന്നെ. ഒടുവിൽ കാടിനുള്ളിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ നാടിനെ സകല മാലിന്യവും വന്നടിയുന്ന ദളിത് ശ്മശാനത്തിലാണ് ആ ധീര ജവാന്റെ മൃതദേഹം സംസ്കരിച്ചത്. മോനെ നോക്ക്, മോന്റെ അപ്പാന്ന് വിളിച്ചേ. കനിവായിരുന്നെന്റെ കുഞ്ഞേ നിന്നച്ഛൻ സ്നേഹത്തിൻ സാഗരമായിരുന്നു. കനിവായിരുന്നെന്റെ കുഞ്ഞേ നിന്നച്ഛൻ സ്നേഹത്തിൻ സാഗരമായിരുന്നു. നിറമാർന്നുഴഞ്ഞോരാ സ്നേഹം നിത്യം നിറയെ പകർന്ന നല്ലച്ഛൻ. പടയാളിയെങ്കിലും അകതായിലെപ്പോഴും ഉരുകുന്നതെന്നെയാണല്ലോ. മനസ്സൊരു മാറ്റേട കൈതലാണല്ലോ. ഒരു ദിവസം മതി നോക്കുമ്പോഴാ ആ പ്രതിമയുടെ കയ്യിലിരിക്കുന്ന തോക്ക് കാണുവാനില്ല. മുരുകേശന്റെ കുടുംബം പോലീസിന് പരാതി നൽകി. എന്നാൽ പോലീസ് അതിനെ നിസ്സാരമായി കണ്ടു. ഓ, വില കുറഞ്ഞ സിമന്റ് കൊണ്ടല്ലേ നിർമ്മിച്ചത്, അടർന്നു പോയതായിരിക്കും. എന്നാൽ അതായിരുന്നു സത്യം. ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരു ദളിതന്റെ പ്രതിമ സ്ഥാപിച്ചത് പലർക്കും ദഹിച്ചിട്ടില്ല. ഇതിനേക്കാൾ പ്രശ്നം ആ തോക്കായിരുന്നു. ദളിതന്റെ കയ്യിൽ ഒരാളുണ്ട്, അതും തോക്ക്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ നോക്കുമ്പോഴാ ആ പ്രതിമയുടെ കൈയും തലയും ആരോ വെട്ടിമാറ്റിയിരിക്കുന്നു. പോലീസ് വീണ്ടും നിസ്സംഗത പാലിച്ചു. പ്രതിമ തകർക്കപ്പെട്ട വിഷയം ഗ്രാമത്തിലാകെ പടർന്നു. പ്രതിഷേധം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. എന്നാൽ ഒരന്വേഷണമൊന്നും നടന്നില്ല. ക്രൂരമാം സമുദായക്കെട്ടുകളുടെ കാരാഗ്രഹത്തിൽ കയ്യാളുകൾ നിയമം കുറിക്കുമ്പോൾ ആയിരം പക്ഷിയത്ര ചിറകിട്ടടിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. കയ്യും തലയുമില്ലാതെ ആ പ്രതിമ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ അങ്ങനെ നിലകൊണ്ടു. ആരെ അനുസ്മരിക്കുവാനാണോ ആ പ്രതിമ നിർമ്മിച്ചത്? അയാളുടെ ഒരു രൂപ സാദൃശ്യവുമില്ലാതെ ആ പ്രതിമ അങ്ങനെ നിലകൊണ്ടു. അതെ, നമ്മുടെ രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ രണ്ടാമത്തെ തവണ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു പട്ടാളക്കാരന്റെ 2 മരണം. എല്ലാ ദിവസവും രാവിലെ മുരുകേശന്റെ കുഞ്ഞു മാത്രം ആ പ്രതിമയ്ക്ക് മുമ്പിൽ വരും. എന്നിട്ട് പറയും, അപ്പ
എന്നൊരു അപ്പ പിറന്ന മണ്ണിൽ മാനം കാക്കാൻ പൊരുതി മരിച്ചൊരു ധീരൻ ഭാരതഭൂഭരണക്കൊടി നെഞ്ചോ നെഞ്ചു പിടിച്ചൊരു പൗരൻ. അഭിനന്ദി. ജാതിയുടെയും മതത്തിന്റെയും വിഷവിത്തുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി മുളച്ചു വരികയാണ്. ഇത് ഒരു മുരുകേശന്റെ മാത്രം കഥയല്ല. ഇതുപോലെ ആയിരക്കണക്കിന് മുരുകേശന്മാർ നമ്മുടെ രാജ്യത്ത് പലയിടത്തായി പല തവണയായി കൊല്ലപ്പെടുന്നു. എന്തിന്? സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തെ സഹന സമരത്തിലൂടെ മുട്ടുകുത്തിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഘാതകരോട് വീരാരാധന വെച്ച് പുലർത്തുന്ന ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്നുവരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഹീനമായ പ്രവൃത്തികളും നാം ഇന്ന് കണ്ടുവരുന്നു. ഉണരണം, സമൂഹ മനസ്സാക്ഷി ഉണരണം. ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്നേഹവും സാഹോദര്യവും മതേതരത്വവും പുലരട്ടെ. നന്ദി.